ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 2024 നവംബർ മാസം 29-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കാണുവാനും ശ്രമിക്കണം. നക്ഷത്രഫലം ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസത്തെ അനുഭവം, നവഗ്രഹങ്ങൾ നൽകുന്ന അനുഭവം എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രനും ചന്ദ്രനും സൂര്യനും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ ഏത് വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഇവർക്ക് കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹന്മ അനുകൂലമാകണമെന്നില്ല. അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ അവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ്. നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും. ഭാഗ്യം അവരെ തേടി വരും. അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടും അവരുടെ കഴിവുകൊണ്ടും ഒക്കെ ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു കാര്യമെന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. അതോടനുബന്ധിച്ച് അവർക്ക് തൊഴിൽ ഗുണവും അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. എന്നാൽ അവർക്ക് പ്രതികൂലമായ അനുഭവം, പിതാവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, പിതാവിന് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നു ചേരാം, തൊഴിലിടങ്ങളിലുള്ള പ്രതിസന്ധി വന്നു ചേരാം, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാകാം, മക്കളെ കൊണ്ടുള്ള തെറ്റാനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെങ്കിലും പ്രതികൂലമായ അനുഭവങ്ങളും അവർക്ക് വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മാതാവിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ മെച്ചമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്ന് പറയുന്നു. എന്നാൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ ചില കാര്യങ്ങളിൽ നേട്ടമുള്ളൊരു ദിവസവുമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ആരോഗ്യം മെച്ചമായിരിക്കും. ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരും. കൃഷി നിമിത്തം അല്ലെങ്കിൽ കൃഷി പ്രവർത്തന മേഖലകൾ ഒക്കെ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നിരുന്ന ദിവസമാണ്. സമ്പാദ്യ മുഖേന നേട്ടങ്ങൾ വന്നിരുന്ന ദിവസമാണ്. അങ്ങനെ പല വിധത്തിൽ ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരാം. പക്ഷേങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽഗുണവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ചിലർക്ക് മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാം എന്നുള്ളതും അറിഞ്ഞിരിക്കണം. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ചിലർക്കൊക്കെ വന്നു ചേരാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വലിയ ദോഷമൊന്നും വന്നു ചേരാത്തൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ 7-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്ന ഒരനുഭവം ഇപ്പോൾ അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷേ എങ്കിലും കലഹത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കുടുംബസുഖം, സന്താന ഭാഗ്യം, ഭാര്യ ഭർത്തൃസുഖം ഒക്കെ അവർക്ക് വന്നു ചേരും. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേക അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാകും. ദാമ്പത്യ ജീവിത വിജയമുണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലൊക്കെ പോകും. വലിയ അധ്വാനമില്ലാതെ തൊഴിൽ ചെയ്ത് ധനമൊക്കെ സമ്പാദിക്കും. അങ്ങനെ പ്രത്യേകതകളൊക്കെ വന്നു ചേരാം. പ്രത്യേകമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരാവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ കുടുംബസുഖം കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായുള്ള പ്രതിസന്ധി അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം പറയുന്നുണ്ടെങ്കിലും ചിലരുടെ ജീവിതത്തിൽ അതൊക്കെ കലഹത്തിൽ അവസാനിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വന്നു ചേരാതെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഉന്നതമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് എന്നുള്ളതും ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. ഇനിയും കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് ശത്രുത മൂലം ദോഷങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട്. കാര്യതടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും അന്യനങ്ങളിൽ നിന്നൊക്കെ ദോഷാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളൊക്കെ അവരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഖം, സ്വസ്ഥ, ദേഹത്തിനുമെന്നും കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല. എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രോഗത്താലൊക്കെ ഭാരപ്പെട്ടവർക്ക് ഒരു ആശ്വാസം വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. എങ്കിലും കാര്യവിജയമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതും മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും. ബന്ധുജനങ്ങളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നുമൊക്കെ തിക്താനുഭവങ്ങളും ശത്രുത നിറഞ്ഞ അനുഭവങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഇടപാടിൽ സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുമുഖേനുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അത്ര അനുകൂലമായ ഫലങ്ങൾ നൽകുന്നൊരു ദിവസമല്ല അവർക്ക് എന്നുള്ളതും മനസ്സിലാക്കുക.
അവരുടെ പലർക്കും ജോലിക്കൊക്കെ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന സമയം കൂടിയാണിപ്പോൾ എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ദിവസമാണ്. വളരെ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ്. കാര്യവിജയം, വളരെ ബുദ്ധിപരമായുള്ള പ്രവർത്തനം, പെൺമക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ, നേതൃപാടവം, അതായത് നല്ല ദാമ്പത്യ ജീവിതം, അപ്പോൾ അങ്ങനെയുള്ള ധനപരമായ നേട്ടം, കീർത്തി പ്രശസ്തി, അംഗീകാരം, അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. തൊഴിൽഗുണവും മക്കളെ കൊണ്ടുള്ള നേട്ടവും, പ്രത്യേകിച്ച് പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് സത്യത്തിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലമുണ്ടായിരുന്നെങ്കിൽ രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും ഒക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. വലിയ ചിലർക്ക് നടുവിന് വേദന, അതുപോലെ തന്നെ കാൽമുട്ടിന് വേദന, കാലിന് വേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാകേണ്ട ദിവസമാണ്. പക്ഷെങ്കിൽ ഭൂമി സംബന്ധിച്ചുള്ള നേട്ടമൊന്നും പ്രതീക്ഷിക്കേണ്ട. മറ്റ് കാര്യങ്ങളിൽ ധനപരമായ നേട്ടം, വീട് മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക്, മാതാവ് മുഖേനയുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന, ഉദ്യോഗത്തിൽ ഉയർച്ച അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ഈ 7ാം ഭാവത്തിലെ രാഹു ഇവരുടെ ജീവിതത്തിലേക്ക് വന്നിരുന്ന എല്ലാ നേട്ടങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവർക്ക് നിലവിലുണ്ട്. അപ്പോൾ രാഹു ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹനിലയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും രാഹു എല്ലാം തടസ്സപ്പെടുത്തി കളയും. അങ്ങനെ ജീവിതത്തിൽ ഒരു നേട്ടവും വന്നു ചേരാതെ പരിതാപകരമായ ജീവിത സാഹചര്യത്തിൽ കൂടി കഴിഞ്ഞു പോകുന്ന ഒട്ടേറെ പേരുണ്ട്. അപ്പോൾ അതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. 4ൽ നിൽക്കുന്ന ശുക്രൻ നേട്ടത്തെ തരുന്നൊരു ഗ്രഹമാണ്. 4ാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്രമല്ല എങ്കിൽ പോലും ശുഭഗ്രഹത്തിൻ്റെ ക്ഷേത്രമാണല്ലോ, വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണല്ലോ. വ്യാഴവും ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ വീട്, വസ്തു, വാഹനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യമായ നേട്ടം അവർക്കുണ്ടായാലും ഭൂമി കൊണ്ടുള്ള നേട്ടം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നല്ല അനുഭവങ്ങൾ, ഒരു 90% നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ആർക്കെങ്കിലും അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ വന്നില്ല എങ്കിൽ ഒന്നുകിൽ അവരുടെ ദശാകാല സമയം മോശമാണ്, അല്ലെങ്കിൽ രാഹു അവരെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. 7 നിൽക്കുന്ന രാഹു പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം തോന്നുന്നൊരു ദിവസമാണ്. നല്ല രീതിയിൽ സംസാരിക്കുകയും ധനപരമായ നേട്ടമൊക്കെ കൈവരിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. ചിലർക്ക് നേത്രരോഗം വന്നു വരാൻ സാധ്യതയുണ്ട്. അവരവരെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് തുലാക്കൂറുകാരുടെ പ്രത്യേകത. അവർക്ക് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ സുഹൃത്ത് ഭാവത്തിൻ്റെ അധിപനുമൊക്കെ ഗ്രഹം പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല ഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ ഡിസംബർ മാസം 2-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഈ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതയായിരിക്കും പിന്നീട് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇത് ഡിസംബർ 2 വരെ അവർക്ക് അനുകൂലമായ സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖാലാൻഡം കേട്ട നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ബുദ്ധിപരമായുള്ള വിജയം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ദോഷങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിലും ഭാഗ്യാനുഭവങ്ങളൊന്നും തേടി വരണമെന്നില്ല. അതുപോലെ തന്നെ അവർക്ക് വീട്, വസ്തു, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വലിയ നേട്ടമൊന്നും വന്നു ചേർന്നില്ല പോലും മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം. പരധനം കൈവശം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കലാകാരന്മാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കലാകാരന്മാർ ശോഭിക്കുന്ന ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. കുടുംബസുഖവും ദാമ്പത്യ ജീവിത വിജയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. തൊഴിൽപരമായുള്ള നേട്ടവും അവർക്ക് കാര്യമായി ഉണ്ടാകണമെന്നില്ല. തൊഴിൽ രംഗം ചിലർക്കൊക്കെ വളരെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്, ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് വൃശ്ചികക്കൂറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽനാളുകാരെ സംബന്ധിച്ച് അവർ നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുന്നൊരു ദിവസമാണ്. കീർത്തിയും അംഗീകാരവും ധനവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ നല്ല സുന്ദരമായ ശരീരം അവർക്ക് ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഈ നാടുകാർക്കുണ്ടാകുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അവർക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ആരോഗ്യമുള്ളൊരു ദിവസമാണ്. പല കാര്യങ്ങളും ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതാണ് വലിയൊരു പ്രത്യേകത. കടബാധകളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം വന്നിരുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായുള്ള സാഹചര്യം അനുകൂലമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ സാധാരണ രീതിയോട് ചേർന്നുള്ള ഒരു ലെവലിൽ പോകുന്ന ഒരു ദിവസമാണെങ്കിലും സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്.
മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് ബന്ധുക്കളിൽ നിന്ന് ദോഷാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടാകും. ധനപരമായ നേട്ടം, കുടുംബസുഖം, അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലരെ സംബന്ധിച്ച് ബന്ധുക്കളിൽ നിന്ന് തിക്താനുഭവങ്ങൾ, ശത്രു പറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതൊരു പക്ഷേ വലിയൊരു പ്രശ്നത്തിൽ അവസാനിക്കാനും സാധ്യതയുണ്ട്. കലഹത്തിലോ അല്ലെങ്കിൽ ഒരു കേസിലോ പ്രശ്നങ്ങളിലോ ഒക്കെ ആവപ്പെട്ട് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളാണ് വലിയ വിഷയങ്ങളായി മാറുക എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമാണ് മകരക്കൂറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ്. അവർക്ക് പ്രശസ്തി, അംഗീകാരം അവരെ തേടി വരുന്ന ദിവസമാണ്. സൽഗുണ സമ്പന്നരായി ശോഭിക്കുന്ന ദിവസമാണ്. ഹാസ്യമേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ കലാകാരന്മാരെ സംബന്ധിച്ച് വലിയ നേട്ടം വന്നിരുന്നൊരു ദിവസമാണ്. അല്ലാത്തവർക്ക് സാധാരണ ജീവിതാനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ കുംഭക്കൂറുകാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ, കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, ദാമ്പത്യ ജീവിത വിജയമുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതി, കാലുത്തൊട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. അവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടവും തൊഴിൽ മേഖല കൊണ്ടുള്ള അഭിവൃദ്ധിയൊക്കെ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. എന്നാൽ അവർക്ക് ദോഷമായിട്ട് വന്നു ചേരുന്ന കാര്യം കൂടി പറയാം. അവർക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ജനിച്ച സമയത്ത് ചന്ദ്രൻ ദോഷം ചെയ്യുന്ന ഗ്രഹമായിട്ടുള്ളവർക്കൊക്കെ ആപത്ത്, അനർത്ഥങ്ങൾ, രോഗങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതാവിന് പല വിധത്തിലുള്ള ദുരിതങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പ്രതികൂലമായ ഒരു അനുഭവം എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും വഴക്ക് പിടിക്കുക എന്നുള്ളതല്ല. അവർക്ക് ആർക്കെങ്കിലും രോഗമോ ദുഃഖമോ ദുരിതപ്രയാസങ്ങളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമാണ് മീനക്കൂറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ മക്കളെ കൊണ്ടും ഇവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാകുന്നൊരു ദിവസമല്ല. മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരാവുന്ന ദിവസമാണെന്നുള്ളതും മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മീനക്കൂറുകാർക്ക് വേണ്ടി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ, ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.